Be
തന്നെ അഡ്വന്റിസ്റ്റുകാരെയും കൊണ്ടുപോകുവാൻ തക്കവണ്ണം ഇടയായിരിക്കുന്നത്. കാരണം ഈ ആക്രമണത്തിന് ചില നാളുകൾക്കകം അമേരിക്കയിൽ വെച്ച് 62ാമത് ജനറൽ കോൺഫറൻസ് മീറ്റിംഗ് നടക്കേണ്ടതുണ്ട്. ലോകത്തിൽ നിന്നുള്ള പല ഡെലിഗേറ്റ്സ്, ഏകദേശം 2000-ലധികം ഡെലിഗേറ്റ്സ് പല രാജ്യങ്ങളിൽ നിന്നും സഞ്ചരിച്ച് എത്തേണ്ടതുണ്ട്. ആയതുകൊണ്ട് തന്നെ അതിശക്തമായ പരിശോധനകൾ, കർക്കശമായ പല സൂക്ഷ്മതകളൊക്കെ പാലിക്കേണ്ടി വരും. എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെ ചിന്തിച്ച് ഭാരപ്പെട്ടുവെങ്കിലും ദൈവം എല്ലാം ദൈവത്തിന്റെ സഭയ്ക്ക് നന്മയ്ക്കാക്കി തീർത്തത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ഇപ്രകാരം ഒരു ചെറിയൊരു മിനി ഫെലോഷിപ്പ് മീറ്റിംഗ് കൂടുവാൻ പരിശുദ്ധനായ കർത്താവ് സഹായിച്ചത്. ഇന്ന് ഈ മീറ്റിംഗിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ കർത്തൃനാമത്തിൽ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ അടുത്തിരിക്കുന്നവർ ഒരുപക്ഷെ നമ്മുടെ സഭയിലെ വിശ്വാസികളായിരിക്കാം, ഒരുപക്ഷെ അത് മറ്റൊരു സഭയിലെ വിശ്വാസിയായിരിക്കാം. ആരായിരുന്നാലും അവരൊക്കെ നമ്മുടെ സഭാ കൂട്ടായ്മയുടെ ഭാഗമായവരാണ്. നമുക്ക് അവരുടെ കൈകളെ ഒന്ന് പിടിച്ചു കുലുക്കി നമുക്ക് ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യാം. അടുത്തിരിക്കുന്നവർ ആരായിരുന്നാലും ശരി, നിങ്ങൾ തിരിഞ്ഞോ മറിഞ്ഞോ മുൻപിലേക്ക് എഴുന്നേറ്റോ, അടുത്തിരിക്കുന്നവരെ ദയവായി കൈ കൊടുത്ത് ഈ കൂട്ടായ്മയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. വി വെൽക്കം യു. എല്ലാവരും പരസ്പരം സ്വാഗതം ചെയ്യുക. ഒരുപക്ഷെ കണ്ട് പരിചയമുള്ളവരായിരിക്കാം, എങ്കിലും ഇപ്രകാരം ഒരു കൂട്ടായ്മയ്ക്ക് കടന്നു വരുവാൻ ദൈവം നമുക്ക് എത്ര വലിയ ഒരു അവസരം നൽകിയിരിക്കുകയാണ്. ഈ കൂട്ടായ്മയുടെ ആരംഭമായി ഒരു ചെറിയൊരു ഡിവോഷൻ, അതോടൊപ്പം ഒരു പ്രാർത്ഥന കൂട്ടായ്മ, ഒരു പ്രാർത്ഥന സെഷൻ. ഇതാണ് ഞങ്ങൾ വാസ്തവമായിട്ടും പ്രാർത്ഥനയോടെ ചെയ്യുവാൻ തക്കവണ്ണം താല്പര്യപ്പെട്ടത്. ഈ ഡിവോഷൻ വളരെ ലഘുവായിരിക്കും, എന്നാൽ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു ചിന്ത, നമ്മെ വളരെ ചിന്തിപ്പിക്കുവാൻ ഉതകുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുകയാണ്. പ്രിയപ്പെട്ട ശുശ്രൂഷകൻ പാസ്റ്റർ ജെയിംസ് തോമസ് നമ്മെ വായിച്ച് കേൾപ്പിച്ചതുപോലെ 103-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ ഈ പ്രോഗ്രാം ഷീറ്റിൽ അടിച്ചിട്ടുണ്ട്. എന്താണ് വാക്യം പറയുന്നത്? എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. നാം തമിഴ്നാട്ടിലേക്ക് പോയാൽ, ഏതെങ്കിലും ഒരു തമിഴ് കൂട്ടായ്മയിൽ ശുശ്രൂഷകൾക്കായിട്ട് സംബന്ധിക്കുവാൻ കടന്നു പോയാൽ, അവരുടെ ഓരോ ശുശ്രൂഷയുടെയും അവസാനം നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? അവർ പറയുന്ന ഒരു വേദവാക്യമുണ്ട്. കേരളത്തിലെ സഭകളിലൊക്കെ പോയാൽ നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത് കർത്തൃ പ്രാർത്ഥനയായിരിക്കും. എല്ലാ ശുശ്രൂഷകളുടെയും ഒടുവിൽ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവേ എന്ന ആ പ്രാർത്ഥന ചൊല്ലി ആശീർവാദത്തോടു കൂടി പിരിയുന്നവരാണ് കേരളത്തിലെ ജനമെങ്കിൽ, നാം തമിഴ്നാട്ടിലേക്ക് പോയാൽ അവിടുത്തെ ഓരോ ശുശ്രൂഷകളുടെയും അവസാനം അവരെല്ലാവരും ഏറ്റു പറയുന്ന ഒരു വചനഭാഗമാണ് 103-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. ആരും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ? തമിഴ്നാട്ടിൽ തമിഴ് സഹോദരങ്ങളുടെ മധ്യത്തിൽ അവരുടെ കൂട്ടായ്മയിൽ സംബന്ധിക്കുവാൻ പോയാൽ അവർ ഈ വാക്യം എപ്പോഴും ഉദ്ധരിക്കും. എന്താ അതിന്റെ അർത്ഥം? നാം ഒരിക്കലും ദൈവം ചെയ്ത ഉപകാരങ്ങളെ, നന്മകളെ മറക്കുവാൻ പാടില്ല. മനുഷ്യരെ സംബന്ധിച്ച് നമുക്കുള്ള ഏറ്റവും വലിയ കുറവുകളിൽ ഒന്നാണ് മറന്നു പോവുക. നമുക്ക് നന്മ ചെയ്തവരെ നാം ഒരിക്കലും ഓർക്കാറില്ല. നാം പലപ്പോഴും മറന്നു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവം തന്റെ വചനത്തിലൂടെ തന്റെ ജനത്തെ ഓർമ്മിപ്പിക്കുകയാണ്, ദൈവം ചെയ്ത ഉപകാരങ്ങളെ നാം ഒരിക്കലും മറന്നു പോകരുത്. മറന്നാൽ പിന്നെ നാം ഇല്ല. ദൈവമാണ് നമ്മെ നിർത്തുമാറാക്കിയത്, മറന്നാൽ പിന്നെ നാം ഇല്ല എന്ന് നമ്മെ തിരുവെഴുത്തുകൾ പഠിപ്പിക്കുകയാണ്. 5-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം, ഒരു വേദഭാഗം നമുക്ക് എല്ലാവർക്കും അറിയുന്ന വളരെ പരിചിതമായ ഒരു കഥയുണ്ട്. യോഹന്നാന്റെ പുസ്തകം 5-ാം അധ്യായം 2-ാമത്തെ വാക്യം മുതൽ വായിച്ചാൽ അവിടെ ഒരു കുളത്തെ കുറിച്ചും ആ കുളത്തിൽ കിടന്നിരുന്ന അല്ലെങ്കിൽ ആ കുളത്തിൽ ഉണ്ടായ സംഭവങ്ങളെ കുറിച്ചും വേദപുസ്തകം നമ്മോട് ഒരു കഥയായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു പ്രത്യേക ആത്മീയ അർത്ഥത്തിൽ ഈ കുളത്തിലെ സംഭവത്തിന് നാം ആകുന്ന ജനവുമായുള്ള ഒരു ബന്ധത്തെ കുറിച്ച് ഞാൻ വേഗത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുകയാണ്. 2-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥെസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിന്റെ പേരെന്തായിരുന്നു? ബെഥെസ്ദ. അങ്ങനെ ഒരു എബ്രായ പേരുള്ള ഒരു കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിന് എത്ര മണ്ഡപം ഉണ്ടായിരുന്നു? 5 മണ്ഡപം. നമ്മളൊന്ന് ചിന്തിക്കുകയാണ്.
യെരുശലേമിൽ ഇപ്രകാരം ബെഥെസ്ദ എന്ന് പേരുള്ള ഒരു കുളമുണ്ട്. ആ കുളത്തിന് ചുറ്റിലും 5 മണ്ഡപങ്ങളുണ്ട്. എന്താണ് ഈ മണ്ഡപങ്ങൾ എന്ന് പറഞ്ഞാൽ? ഈ മണ്ഡപത്തിൽ ആര് കടന്നുകൂടിയിരിക്കുന്നു? ഈ മണ്ഡപങ്ങളിൽ ആരാണ് താമസിക്കുന്നത്? അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അവർ എന്തിനെയോ കാത്തുകൊണ്ട് ആ മണ്ഡപങ്ങളിൽ തിങ്ങിക്കൂടി കഴിയുകയാണ്. ആ മണ്ഡപത്തിലെ അന്തേവാസികൾ ആരൊക്കെയാണ്? കുരുടർ, മുടന്തർ, കുഷ്ഠരോഗികൾ, പലവിധമായ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർ, ഈ ദേശത്തിലും ദേശ നിവാസികളുടെ മധ്യത്തിലും ആർക്കും വേണ്ടാത്തവർ, ഒറ്റപ്പെട്ടു പോയവർ, എല്ലാവരും തിരസ്കരിക്കപ്പെട്ടവർ, അങ്ങനെയുള്ളവർ ഈ മണ്ഡപങ്ങളിൽ തിങ്ങിക്കൂടി കാത്തു കിടക്കുകയാണ്. എന്തിനാ കാത്തു കിടക്കുന്നത്? അവർ വിശ്വസിച്ചിരുന്നത് ഏതോ ഒരു സമയത്ത് ഒരു ദൂതൻ കുളത്തിൽ ഇറങ്ങി കുളത്തെ കലക്കുമെന്നും അല്ലെങ്കിൽ കുളം ഇളക്കുമെന്നും, ആ സമയത്ത് ആദ്യം ആരിറങ്ങിയാലും അവർക്ക് സൗഖ്യം ലഭിക്കും എന്നുള്ള വിശ്വാസത്താൽ ആ കുളത്തിന്റെ സമീപത്തിലുള്ള മണ്ഡപങ്ങളിൽ ആയിരക്കണക്കിന് പേർ, ഒരുപക്ഷെ എണ്ണം യോഹന്നാൻ പറയുന്നില്ല എങ്കിലും എത്ര പേരായിരിക്കാം എന്നറിയില്ല, എന്നാൽ ആ 5 മണ്ഡപങ്ങളിലും ആയിരക്കണക്കിന് പേർ ആ കുളത്തിന്റെ ഇളക്കം കാത്ത് കിടക്കുകയായിരുന്നു. കഥ നമുക്കറിയാം. ഞാൻ നിങ്ങളോട് ഈ കഥയെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല. ഈ കഥയിൽ നിന്നും ഒരു ആത്മീയ മുത്ത് അല്ലെങ്കിൽ ഒരു ആത്മീയ ബന്ധത്തെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുകയാണ്. സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭ ഈ ലോകത്തുള്ള ആയിരക്കണക്കിന് ക്രൈസ്തവ സഭകളിൽ ഒരു സഭയല്ല. ആണോ? ഈ ലോകത്തിൽ ഇന്ന് ആയിരക്കണക്കിന് സഭാ വിഭാഗങ്ങളുണ്ട്. അതിൽ ഒരു സഭയാണോ സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭ? അല്ല. സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള മറ്റിതര ക്രൈസ്തവ സഭാ വിഭാഗങ്ങളെ പോലെയുള്ള ഒരു സഭയല്ല. നമ്മളത് ആദ്യം എന്ത് ചെയ്യണം? ഇന്ന് രാവിലെ മനസ്സിലാക്കണം. വി ആർ നോട്ട് എ ചർച്ച്. അതായത് നാം ഇന്ന് ചിന്തിക്കുന്നത് പോലെ മറ്റിതര സഭാ കൂട്ടായ്മകളെ പോലെയുള്ള ഒരു സഭയല്ല സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാർ എന്നത്. നാം എന്നത് ദൈവത്തിന് വേണ്ടി ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രത്യേക ദൗത്യവുമായി ഈ ലോകത്തിൽ യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കുവാൻ വിളിക്കപ്പെട്ട ഒരു ശേഷിപ്പാണ് നമ്മൾ ഓരോരുത്തരും. അതായത് മറ്റ് സഭകളൊക്കെ ചില മനുഷ്യർ അവരുടെ ചിന്തകൾക്കനുസൃതമായി ഈ ലോകത്തിൽ ആരംഭിക്കുവാൻ തക്കവണ്ണം ഇടയായി എങ്കിൽ സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭ ഈ ലോകത്തിൽ യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരു ജനത്തെ ഒരുക്കുവാൻ തക്കവണ്ണം നിയോഗിക്കപ്പെട്ട ദൈവത്തിന്റെ പടയാളികളുടെ ഒരു കൂട്ടമാണ് ഏത് സഭ? സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭ. ഈ സഭയിലേക്ക് കടന്നു വന്നവർ ആരൊക്കെയാണ് എന്നറിയാമോ? ഈ സഭയിലേക്ക് അല്ലെങ്കിൽ ഈ സത്യത്തിലേക്ക്, ഈ വലിയ ഒരു സഭാ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നവർ ആരൊക്കെയാണ്? നമുക്കറിയാം. ഇവിടെ ഇരിക്കുന്നവരൊക്കെ തന്നെ മറ്റു പല ജാതികളിൽ നിന്നും അല്ലെങ്കിൽ മറ്റു പല വിശ്വാസങ്ങളിൽ നിന്നും ആ വിശ്വാസം വിട്ട്, ആ വിശ്വാസം ത്യജിച്ച്, അവയെ വലിച്ചെറിഞ്ഞ്, വലിയ ത്യാഗം ചെയ്ത്, വലിയ നാണക്കേടുകൾ സഹിച്ച്, പരിഹാസമൊക്കെ ഏറ്റുവാങ്ങി, അതൊക്കെ സാരമില്ല എന്ന് കരുതി, അത് ചപ്പും ചവറും എന്നെണ്ണി ഇത് സത്യമാകിയാൽ ഈ സഭാ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നവരാണ് നമ്മളെല്ലാവരും. ആണോ അല്ലയോ? ആണ്. ഇത് സത്യമാണ്. ഈ സത്യം എന്നെ വിളിച്ചു എന്ന ബോധ്യത്താലാണ് വലിയ സഭാ കൂട്ടായ്മകളെയും വലിയ സഭാ പ്രസ്ഥാനങ്ങളെയും വലിയ പദവികളെയും ഒക്കെ വിട്ട് നാം ഈ കൂട്ടായ്മയുടെ ഭാഗമായി തീർന്നത്. അപ്രകാരം ഭാഗമായപ്പോൾ എന്ത് സംഭവിച്ചു? നാം എല്ലാവരാലും വെറുക്കപ്പെട്ടു, എല്ലാവരാലും നാം ഒറ്റപ്പെട്ടു. നാം എവിടെ ചെന്നാലും കേൾക്കുന്ന ഒരു പ്രയോഗമാണ് സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാർ. അവരൊരു കൾട്ടാണ്. എന്താ പറയുന്നത്? അവരൊരു കൾട്ട് ഗ്രൂപ്പാണ്. ആർക്കും വേണ്ടാത്തവർ. ഞാൻ എന്താ ഇത് പറയുന്നത്? ആ മണ്ഡപത്തിൽ ആർക്കും വേണ്ടാത്ത ആയിരക്കണക്കിന് പേർ ഒരു ഇളക്കം കാത്ത് കഴിഞ്ഞിരുന്നു. സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാർ ഇന്ന് ലോകത്തിന് വേണ്ടാത്തവരാണ്. നമ്മെ എല്ലാവരും എങ്ങനെയാ കാണുന്നത്?
പ്രത്യേക വിശ്വാസമുള്ള ഒരു കൾട്ട് ഗ്രൂപ്പായി ഇന്ന് സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരെ ലോകർ നോക്കി കാണുകയാണ്. എന്നാൽ നാം മനസ്സിലാക്കുക, പലവിധമായ അന്ധവിശ്വാസങ്ങളാൽ നിറഞ്ഞുപോയ, പലവിധമായ അന്ധവിശ്വാസങ്ങളാൽ ജീവിച്ചു പോന്നവരായ നമ്മെ പരിശുദ്ധനായ ദൈവം സത്യത്തിന്റെ അത്ഭുതകരമായ മർമ്മങ്ങളെ നമുക്ക് ബോധ്യപ്പെടുത്തി നാം എന്തിനോ വേണ്ടി ഇന്ന് ഈ ലോകത്തിൽ പ്രത്യാശയോടെ കാത്തു കിടക്കുകയാണ്. എന്തിനു വേണ്ടി കാത്തു കിടക്കുന്നു? ഈ രോഗികൾ എന്തിനോ വേണ്ടി ആ മണ്ഡപങ്ങളിൽ കാത്തു കിടന്നതുപോലെ സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരായ നാം ഓരോരുത്തരും ഇന്ന് ഈ ലോകത്തിൽ എന്തിനോ വേണ്ടി കാത്തു കിടക്കുകയാണ്. എന്തിനു വേണ്ടിയാ കാത്തു കിടക്കുന്നത്? എന്തിനു വേണ്ടിയാ കാത്തു കിടക്കുന്നത്? നമ്മുടെ കാത്തിരിപ്പ് എന്തിനു വേണ്ടിയാ? യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി. അതുകൊണ്ടാണ് സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാർ 7-ാം ദിവസം ദൈവത്തെ ആരാധിക്കുന്നവരും പുനരാഗമന കാംക്ഷികളുമായി ഈ ലോകത്തിൽ കാത്തു കിടക്കുന്നവരാണ് നാം ഓരോരുത്തരും. നാം എവിടെയാ കാത്തു കിടക്കുന്നത്? 5 മണ്ഡപങ്ങളിൽ. ആയിരക്കണക്കിന് പേർ ആ 5 മണ്ഡപങ്ങളിൽ കാറ്റേൽക്കാതെ, മഴയേൽക്കാതെ, തീയോ ചൂടോ ഒന്നും ഏൽക്കാതെ അവർക്ക് ഒരു സംരക്ഷണ കവചമായി ആ 5 മണ്ഡപങ്ങളും അവരെ അവിടെ കാത്തു സൂക്ഷിച്ചതുപോലെ ഇന്ന് ലോകത്തിൽ നമ്മെ കാത്തു സൂക്ഷിക്കുന്ന ആ മണ്ഡപങ്ങൾ ഏതാണെന്ന് അറിയാമോ? ഇന്ന് ഈ ലോകത്തിൽ നമ്മെ കാത്തു സൂക്ഷിക്കുന്ന ആ മണ്ഡപങ്ങൾ ഏതാണ് എന്ന് നാം ഒരിക്കലും മനസ്സിലാക്കാതെ പോകരുത്. ഏതാണ് മണ്ഡപങ്ങൾ എന്നറിയാമോ? സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരെ സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരാക്കുന്നത് എന്താണെന്ന് അറിയാമോ? അവർ ഈ ലോകത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന ചില പ്രത്യേക സന്ദേശങ്ങളാണ് സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരെ വ്യത്യസ്തരാക്കുന്നത്. നാം എന്ത് ചെയ്യുന്നില്ല? മറ്റുള്ളവരെ പോലെ ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കാൻ പോകുന്നില്ല. നാം മറ്റുള്ളവരെ പോലെ ഇപ്രകാരമുള്ളത് വിശ്വസിക്കുന്നില്ല. മറ്റുള്ളവർ പറയുന്നതും പ്രചരിപ്പിക്കുന്നത് പോലെ നാം ഇങ്ങനെ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ വിശ്വാസം എപ്രകാരമുള്ളതാണ്? വളരെ ശ്രേഷ്ഠമായ, വളരെ വിശുദ്ധമായ, വളരെ പ്രത്യേകതയുള്ള ഒരു വിശ്വാസത്തിന്റെ പ്രചാരകരാണ്, ഒരു വിശ്വാസത്തിന്റെ കാര്യവിചാരകന്മാരാണ് നമ്മൾ ഓരോരുത്തരും. സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരെ സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരാക്കി നിലനിർത്തുന്ന ചില സന്ദേശങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാമോ? ഏതൊക്കെ സന്ദേശങ്ങളാണ് ഞാൻ എന്ന മനുഷ്യനെ ആ വലിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജാതീയ വിശ്വാസങ്ങളും ഒക്കെ വിട്ട് ഈ സഭയുടെ ഭാഗമാകുവാൻ എന്നെ പ്രേരിപ്പിച്ച ആ ഘടകം എന്നത് ലോകത്തിൽ മറ്റാരും പ്രസംഗിക്കാത്ത ചില സന്ദേശങ്ങളുടെ കാര്യവിചാരകത്വം ഈ സഭയെ ദൈവം ഏൽപ്പിച്ചത് കൊണ്ടാണ്. ഏതൊക്കെയാണ് സന്ദേശങ്ങൾ എന്നറിയാമോ? നമ്മുടെ പില്ലേഴ്സ് ഓഫ് അവർ ഫെയ്ത്ത്, അല്ലെങ്കിൽ സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭയുടെ അടിസ്ഥാനം എന്ന് പറയുവാൻ, ആ സഭയെ താങ്ങി നിർത്തുവാൻ, ആ സഭയിലേക്ക് ജനങ്ങളെ ആനയിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട ആ സന്ദേശങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഏതൊക്കെയായിരിക്കാം? The sanctuary message. ഏത് മെസ്സേജ്? ചില സന്ദേശങ്ങൾ, ഈ സന്ദേശങ്ങൾ ലോകത്തിൽ ആർക്കും പറയുവാൻ സാധ്യമല്ല. ആർക്കും ആ പദവികൾ, ആ സത്യം ഏൽപ്പിക്കപ്പെട്ടില്ല. ഏതൊക്കെയാണ് സന്ദേശങ്ങൾ? 7 വളരെ പ്രധാനപ്പെട്ടവയാണ്. 5 മണ്ഡപങ്ങൾ ആ കുളത്തിന്റെ സമീപത്തിൽ ആ ദേശവാസികളായ സാധാരണക്കാർക്ക് കിടക്കുവാൻ ഉണ്ടായിരുന്നത് പോലെ 7 പ്രധാനപ്പെട്ട വചന സന്ദേശങ്ങൾ ഈ ലോകത്തിൽ സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരെ സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരായി പ്രത്യേകതയുള്ള ജനമായി യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി കാത്തു കിടക്കുന്നവരാക്കി തീർന്നിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് അറിയാമോ സന്ദേശങ്ങൾ? The sanctuary message, the law of God, ദൈവത്തിന്റെ 10 കൽപ്പനകളുടെ സന്ദേശം, ദൈവത്തിന്റെ സമാഗമന കൂടാരത്തിന്റെ സന്ദേശം, യേശുക്രിസ്തുവിന്റെ 2ാം വരവിനെ കുറിച്ചുള്ള സന്ദേശം, ദി സ്റ്റേറ്റ് ഓഫ് ദി ഡെഡ്, മരണത്തിൽ മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് ലോകത്തോട് പ്രസംഗിക്കുവാൻ ഏൽപ്പിക്കപ്പെട്ട സന്ദേശം, ദ ഹെൽത്ത് മെസ്സേജ്, സഭയ്ക്ക് മാത്രമായി ദൈവം നൽകിയ ആരോഗ്യ സന്ദേശങ്ങൾ, ദ സ്പിരിറ്റ് ഓഫ് പ്രോഫസി സന്ദേശങ്ങൾ, ദ വിക്ടറി ഓവർ സിൻ ആൻഡ് റൈച്ചസ്നെസ് ബൈ ഫെയ്ത്ത് സന്ദേശങ്ങൾ. ഈ സന്ദേശങ്ങളൊക്കെ സഭയെ താങ്ങി നിർത്തിയിരിക്കുകയാണ്. ഇതാണ് സഭയെ താങ്ങി നിർത്തുന്ന സഭയുടെ മണ്ഡപങ്ങൾ. ഈ മണ്ഡപത്തിനകത്ത് നാം കഴിയുന്നിടത്തോളം കാലം കാറ്റും ചൂടും വെയിലും തീയും ഒന്നും ഏൽക്കാതെ ആ കാത്തു കിടക്കലിന് ഒരു അർത്ഥമുള്ളവരായി കിടക്കുവാൻ തക്കവണ്ണം സാധിക്കും. നാം എന്താ ചെയ്യേണ്ടത്? നമ്മെ നാം ആക്കുവാൻ ദൈവം ലോകത്തിൽ നൽകിയ ആ അടിസ്ഥാന ഉപദേശ തത്വങ്ങളിൽ 1 ഇഞ്ച് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ ആ വിശ്വാസ പ്രമാണങ്ങളിൽ വിശ്വസിച്ചും ആ വിശ്വാസത്തിൽ ജീവിച്ചും കൊണ്ട് നാം സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരായി ഓരോ ദിവസവും നിലനിൽക്കുവാൻ നാം നമ്മെ തന്നെ എന്ത് ചെയ്യണം?
സമർപ്പിക്കണം. ഒന്നുകൂടെ പറയണം അല്ലെ? 7 പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ. ഒന്ന്, സമാഗമന കൂടാരത്തെ കുറിക്കുന്ന ലോകത്തോട് വിളിച്ചറിയുന്ന സന്ദേശം, ദ സാങ്ച്വറി മെസ്സേജ്. രണ്ടാമത്തേത് ദ ലോ ഓഫ് ഗാഡ്. മൂന്നാമത്തേത് ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്. നാലാമത്തേത് ദ സ്റ്റേറ്റ് ഓഫ് ദ ഡെഡ്. അഞ്ചാമത്തേത് ദ ഹെൽത്ത് മെസ്സേജ്. ആറാമത്തേത് ദ സ്പിരിറ്റ് ഓഫ് പ്രോഫസി മെസ്സേജ്. ഏഴാമത്തേത് ദ വിക്ടറി ഓവർ സിൻ ആൻഡ് റൈച്ചസ്നെസ് ബൈ ഫെയ്ത്ത്. ഈ സന്ദേശങ്ങളൊന്നും ലോകത്തിൽ മറ്റാർക്കും നൽകുവാൻ സാധ്യമല്ലാത്ത സന്ദേശങ്ങളാണ്. അത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു എന്ന് നമ്മെ തിരുവെഴുത്തുകൾ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു വാക്യം കൂടെ വായിക്കാം. കൊലോസിയർ 1-ാമത്തെ അധ്യായം. കൊലോസിയർ 1-ാമത്തെ അധ്യായം അതിന്റെ 26-27 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു. ശ്രദ്ധയോടെ വായിക്കണമേ. കൊലോസിയർ 1-ാം അധ്യായം 26-27 വാക്യങ്ങൾ. അത് പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം എങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. നമുക്ക് വെളിപ്പെടാതെ കിടന്ന വലിയ സത്യങ്ങൾ, വലിയ മർമ്മങ്ങൾ ദൈവം തന്റെ ജനത്തിന് അവകാശമായി കൊടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് നാം ഇന്ന് സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരായി ലോകത്തിൽ യേശുക്രിസ്തുവിന്റെ വരവിനെ കാത്തുകൊണ്ട്, ഓരോ ദിവസവും കാത്തുകൊണ്ട്, ഓരോ ദിവസവും ആ മണ്ഡപത്തിൽ കഴിഞ്ഞു പോകുന്ന രോഗികളൊക്കെ കണ്ണിൽ എണ്ണയൊഴിച്ച് ആ കുളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നതുപോലെ ഒരു യഥാർത്ഥ സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരൻ ഈ ലോകത്തിൽ ഓരോ നിമിഷവും യേശുക്രിസ്തുവിന്റെ വരവിനെ നോക്കി പാർത്തുകൊണ്ട് കിടക്കും. അങ്ങനെ കിടക്കുമ്പോൾ അവൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? മണ്ഡപം വിട്ട് പുറത്തു പോകില്ല. എന്താണ് അതിന്റെ അർത്ഥം? അവനെ അവനാക്കിയ ഈ അടിസ്ഥാന വിശ്വാസ പ്രമാണ തത്വങ്ങളെ അവൻ ഒരിക്കലും ബലി കഴിക്കുകയില്ല. ആ സത്യങ്ങളിൽ അവൻ ജീവിക്കും. ആ സത്യങ്ങളിൽ അവൻ നിലനിൽക്കുവാൻ തക്കവണ്ണം തന്നെ സമർപ്പിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ അവൻ ഉറപ്പായും കാത്തിരിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയും ചെയ്യും. ഇന്ന് ധാരാളം വഞ്ചനകൾ ഈ ലോകത്തിൽ പിശാച് ഇറക്കി വിട്ടിരിക്കുന്നു. അവയെ കണ്ടും കേട്ടും നാം ഓരോരുത്തരും ഇറങ്ങിപ്പോയാൽ, മണ്ഡപം വിട്ട് ഇറങ്ങിപ്പോയാൽ, നമുക്കൊരിക്കലും ആ കാത്തുകിടക്കൽ അർത്ഥമുള്ളതായി തീരുകയില്ല. മണ്ഡപം വിട്ട് ആരൊക്കെ ഇറങ്ങിപ്പോയോ അവർക്കൊന്നും ആ കുളത്തിലെ കലക്കൽ കാണുവാൻ കഴിഞ്ഞില്ല. യേശുവിന്റെ വരവ് നമുക്ക് കാണുവാൻ കഴിയാതെ പോകും, അറിയുവാൻ കഴിയാതെ പോകും. നാം അറിഞ്ഞ് സത്യത്തിൽ ഉറച്ച് ജീവിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടില്ല എങ്കിൽ, ആകിയാൽ എന്താ ദൈവം പറഞ്ഞത്? അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം എങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാ ധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. പ്രിയപ്പെട്ടവരെ, ഈ മഹത്വകരമായ സന്ദേശങ്ങൾ ഈ ലോകത്തിൽ വിളിച്ചറിയിക്കുവാൻ ദൈവത്തിന്റെ സത്യത്തിന്റെ കാര്യവിചാരകന്മാരായി, സത്യത്തിന്റെ പ്രചാരകന്മാരായി യേശുവിനെ കാത്തുകിടക്കുവാൻ വിളിക്കപ്പെട്ട ഒരു ശേഷിപ്പായി ദൈവം സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഞാൻ നിങ്ങളും ആ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണോ? അതോ കാത്തിരുന്ന് നാം ഓരോരുത്തരും മടുത്തു പോയവരാണോ? കാത്തിരിക്കുക. ആ വരവ് ഉറപ്പായും സംഭവിക്കും. ഒരിക്കലും മടുത്തു പോകരുത്, ഒരിക്കലും നിരാശരാകരുത്, ഒരിക്കലും തളർന്നു പോകരുത്. തളർന്നു പോകാതെ, നിരാശരാകാതെ, ആശങ്കപ്പെടാതെ, സത്യത്തിലും നീതിയിലും വിശ്വാസത്തിലും പ്രത്യാശയിലും ദൈവം നമ്മെ ചേർക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഉറപ്പോടെ ഈ വിശ്വാസങ്ങളെ ഉയർത്തിപ്പിടിച്ച് യഥാർത്ഥ സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരായി ഈ ലോകത്തിൽ നാം ജീവിക്കുവാൻ മനസ്സ് വെച്ചാൽ, ഒരു സമർപ്പണത്തെ ഏറ്റെടുത്താൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനും അനേകരെ നേടുവാൻ, അനേകരെ ഒരുക്കുവാൻ, നമുക്കൊരുക്കുവാൻ ഉറപ്പായും കർത്താവ് ഈ പ്രത്യാശയിലൂടെ നമ്മെ ഒരുക്കുക തന്നെ ചെയ്യും. ഈ ഒരു പ്രത്യാശ, ഈ ഒരു ചിന്ത ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളത്തിൽ ധാരാളമായി നിറയ്ക്കട്ടെ. ഞാൻ പ്രത്യേകതയുള്ള ഒരു വ്യക്തിയാണ്. ദൈവം എന്നെ പേർ പറഞ്ഞ് തെരഞ്ഞെടുത്തിരിക്കുന്നു. സത്യത്തിന്റെ കാവൽക്കാരനായി, കാര്യവിചാരകനായി ഞാൻ ഈ ദേശത്തിൽ നിർത്തപ്പെട്ടിരിക്കുന്നു. അതൊരിക്കലും മറക്കാത്ത സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരായി നാം നിലനിൽക്കുവാൻ ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. നാം ഈ സമയത്ത് ഈ ചിന്ത മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അല്പസമയം ദൈവത്തിന്റെ ജനം ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. നമുക്ക് ഒരു വലിയ ദൗത്യമുണ്ട്. ആ ദൗത്യം മറന്നുപോയാൽ പിന്നെ നാം സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരല്ലാതായി മാറും. ഒരിക്കലും അത് മറക്കുവാൻ പാടില്ല. ആ ദൗത്യത്തിൽ നാം വീണ്ടും പുനഃപ്രതിഷ്ഠിക്കുവാൻ, ഈ ദേശത്തിന്റെ കാവൽക്കാരായി, കാര്യവിചാരകന്മാരായി നമ്മെ സമർപ്പിക്കുവാൻ ഇന്ന് നമുക്ക് അല്പസമയം പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ ചെലവഴിക്കാം.
നല്ല സമ്മർദ്ദത്തിലാണല്ലോ നമ്മൾ
ആയിരിക്കുന്നത്. ആലപ്പുഴ പത്തനംതിട്ട സെക്ഷനിലെ പ്രധാനപ്പെട്ട ഏകദേശം 5ഓളം സഭകൾ ഒരുമിച്ച് കൂടി നമ്മുടെ പ്രാർത്ഥനയിൽ കേട്ടതുപോലെ, നമ്മുടെ പറഞ്ഞതുപോലെ സഹോദരന്മാരെല്ലാം ഒരുമിച്ച് കൂടുന്ന, പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്ന കൂട്ടായ്മയുടെ അനുഭവത്തിലായിരിക്കാൻ ഇടയായി. നല്ല സദസ്സ് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ഇടയായി സ്തുതിക്കുന്നു. എല്ലാവരെയും കാണുന്നത് വളരെ സന്തോഷം. ഇന്ന് രാവിലെ മുതൽ വളരെ നല്ല നല്ല ശുശ്രൂഷകൾ നമ്മളോട് സാക്ഷ്യം വഹിച്ചതാണ്. ആലപ്പുഴ പത്തനംതിട്ട സെക്ഷനിലെ ഈ ശുശ്രൂഷയിൽ എന്നെ ക്ഷണിച്ച ഈ സഭയുടെ നേതൃത്വത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു, അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളെ അദ്ദേഹം നന്ദി ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി പാസ്റ്റർ രാജേഷ്, ബഹുമാനപ്പെട്ട ട്രഷറർ ജോമേഷ് സാർ, പ്രിയപ്പെട്ടവരോട് ഒരുമിച്ച് ചില നാളുകളായിട്ട് പ്രവർത്തിക്കാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചിരിക്കുന്നു. അദ്ദേഹം സന്തോഷം. സഹശുശ്രൂഷയിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർ സാർ, അതുപോലെ മാത്യു ജോർജ് പാസ്റ്റർ, പാസ്റ്റർ ജെയിംസ്, വേദിയിലായിരിക്കുന്ന പ്രിയപ്പെട്ട സ്നേഹിതരെ, സഭാവിശ്വാസികളെ, ഏറ്റവും സീനിയർ സിറ്റിസൺ ആയിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛൻ, അതുപോലെ ദീർഘവർഷം ഒരുമിച്ച് പ്രവർത്തിച്ച് ഇന്ന് നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന ആളോട് ബഹുമാനപ്പെട്ട ജോൺ ഫിലിപ്സാണ്. ജോൺ ഫിലിപ്സാണ് 25 വർഷങ്ങൾ മുൻപ് സൗത്ത് കേരള സെക്ഷനിലെ പ്രവർത്തകനായി ഒരുമിച്ച് ശുശ്രൂഷിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളൊക്കെ ഇന്നും മനസ്സിൽ എപ്പോഴും ഉള്ളതാണ്. ആ കാലഘട്ടത്തിൽ ഞാൻ ചാതുരുന്ന സമയത്ത് വളരെ യൂത്തായി നിന്ന് വലിയ വലിയ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുകയും അതിനെ ലീഡുകയും ചെയ്യുന്നത് ഞാൻ ഓർക്കുന്നു. കാണാൻ തുടങ്ങിയ സമയം മുതൽ ഇതുവരെ വളരെ ഫ്രണ്ട്ലി ആയിട്ട്, വളരെ സ്നേഹിതനായിട്ട്, വളരെ സഹോദരനായിട്ട് അടുത്ത ഒരു അനുഭവത്തിൽ എന്നോടൊപ്പം സഹകരിക്കുന്ന ക്ലാസ്സാണ്. എല്ലാവരെയും കാണുന്നത് വളരെ സന്തോഷം. ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ സമയം ദീർഘിച്ചു പോകുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. മനോഹരമായ ഈ സന്ദർഭത്തിൽ ഏകദേശം 4 പേര് ഇന്ന് സ്ഥാനത്തോട് ക്രിസ്തുവിനോട് ചേരുന്ന ഒരു മഹനീയമായ, സ്വർഗം സന്തോഷിക്കുന്ന, കർത്താവ് യേശു ക്രിസ്തു വളരെയധികം സന്തോഷിക്കുന്ന ഒരു നല്ല സുഖത്തിലാണ് നമ്മൾ ഓരോരുത്തരായിരിക്കുന്നത്. ഈ എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത പാസ്റ്റർമാരെ, ശുശ്രൂഷകളെല്ലാം നയിച്ച സ്റ്റേഡിയത്തിൽ നടത്തിയ പാസ്റ്റർമാരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അല്പസമയത്തിന് മുമ്പായിട്ട് മനോഹരമായ മോർണിംഗ് ഡിവോഷൻ നമ്മുടെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി പാസ്റ്റർ രാജേഷ് ശശിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ടായി. അദ്ദേഹം പറഞ്ഞതായ ചോദ്യങ്ങളിൽ വളരെ ആക്റ്റീവായിട്ട് നിങ്ങൾ ഉത്തരം നൽകുന്നു. നമ്മുടെ സഭയുടെ ദൗത്യം എന്താണ്, നമ്മുടെ എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രതീക്ഷകൾ കാത്തിരിക്കുന്നത്, നമ്മുടേതായ പ്രത്യേക ശുശ്രൂഷകളുടെ വ്യത്യാസങ്ങൾ എന്താണ് എന്നൊക്കെ അദ്ദേഹം ചോദിച്ചപ്പോൾ വളരെ ആപ്റ്റായിട്ട്, വളരെ ചുരുക്കോടുകൂടി കർത്താവ് യേശു ക്രിസ്തു സന്നിധിയിലേക്ക് പോകുവാനായിട്ട് വിളിക്കപ്പെട്ട ഒരു പ്രത്യേക സഭ വിഭാഗമായിരിക്കുന്നതായ നാം ആണ് എന്ന ഒരു വലിയ ധൈര്യത്തോടു കൂടിയാണ് ഇവിടെ ഇന്ന് എല്ലാവരെയും കാണാനായിട്ട് സാധിച്ചത്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരു പ്രതീതിയാണ് നിങ്ങളുള്ള ആ എക്സ്പ്രഷനിലൂടെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. എല്ലാവരും റെഡിയാണ്. അതാണ് നമ്മൾ ചെയ്യുന്നത്. എവിടെയെങ്കിലും എന്തെങ്കിലും മൈനസ് പോയിന്റുകളോ എന്തെങ്കിലും ഉണ്ടോ, നമുക്ക് അവിടെ എത്തുന്നതിന് തടസ്സമായിട്ട് നമ്മളതിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ പെട്ടെന്ന് ചിന്തിച്ച് കളഞ്ഞാൽ ആഗ്രഹിക്കണം. അമ്മയുടെ വീട് കല്ലിടുകയും ഉദ്ഘാടനമൊക്കെ ചെയ്താണ് അവിടെ വരാനായിട്ട് കഴിഞ്ഞത്. അനേക നാളുകൾക്ക് ശേഷം കണ്ടതിൽ വളരെ സന്തോഷം. ബഹുമാനപ്പെട്ട ശമൽ സാറുടെ വായിച്ച കേട്ട വേദഭാഗം, തന്റെ ലംഘനങ്ങളെ മറക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. 5-6 ദൈവാലയങ്ങളിലുള്ള സൈറ്റുകൾ അവിടെ എല്ലാവരും കാണാം. കുറെ പേര് ഏകദേശം 80ഓളം പേര് ചെയ്തിട്ടുണ്ട്. 80ഓളം ആൾക്കാരുണ്ട്. ഈ 80ഓളം പേര് യേശു ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി പ്രതീക്ഷയോടെ ഇരിക്കുന്നവരാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ മറഞ്ഞു കിടക്കുന്നതായ കാര്യങ്ങൾ ദൈവത്തോട് ഏറ്റു പറയാനായിട്ടുണ്ടോ എന്ന് ദൈവം ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ്. ഇന്നത്തെ ഫെലോഷിപ്പിന്റെ പ്രധാനപ്പെട്ടതായ ദൈവം ഇന്ന് നമ്മളോട് നമ്മളോട് സംസാരിക്കുന്നതാണ്. എന്തായാലും ഒരുക്കത്തോടുകൂടി പോകാൻ റെഡി ആയിരിക്കുന്നവരാണ് നമ്മൾ.
നമ്മൾ അവിടെ എത്തുന്നതിന് വേണ്ടി തടസ്സമായിട്ട് എന്തെങ്കിലും ദൈവത്തോടൊന്ന് റെക്ടിഫൈ ചെയ്യുവാൻ ഉണ്ടോ എന്ന് നമ്മൾ ആത്മാഹിത പരിശോധന ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ദൈവം വിശുദ്ധനാകയാൽ നമ്മളും വിശുദ്ധനായിരിക്കും. ഈ ലോകത്തിൽ പാപം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായി നമുക്കറിയാനായിട്ട് സാധിക്കും. പാപം ഉണ്ടെങ്കിൽ അത് അശുദ്ധിയാണ്. അശുദ്ധിയായി കഴിഞ്ഞാൽ അശുദ്ധിയിൽ നിന്നും വിശുദ്ധിയുടേതായ അനുഭവത്തിൽ എത്താവണം ദൈവത്തിന്റെ നമുക്ക് കാണുവാൻ, ദൈവത്തോടൊപ്പം ഒരുമിച്ചായിരിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. അത് നമുക്കറിയാം. കരുണാകരനായിരിക്കുന്നതായ ദൈവം ഈ കാണുന്ന സകലത്തിനെയും നമുക്ക് സൃഷ്ടിച്ചതിന് ശേഷം തന്റെ സ്വന്തം സാദൃശ്യത്തെ ഇത് കാണപ്പെടുന്നതായ നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചു. പാപമില്ലാത്ത വിശുദ്ധിയുടെ നിറവിടമായിരിക്കുന്നതായ ദൈവം പാപമില്ലാത്ത തേജസ്കരിക്കപ്പെട്ട ഉന്നതമായ ക്രിയേഷനായിരിക്കുന്ന മനുഷ്യനെ ഈ ലോകത്തിൽ സൃഷ്ടിച്ചു. പക്ഷെ മനുഷ്യൻ പറയാം തെറ്റിപ്പോയി. മനുഷ്യൻ തെറ്റിപ്പോയപ്പോൾ നമ്മൾ ആരും ആഗ്രഹിക്കാത്തതായ എന്തൊക്കെ സംഭവിച്ചു? പുരുഷന്മാർ കഠിനമായ അധ്വാനത്തിലൂടെ വിയർപ്പിലൂടെ അധ്വാനം ജീവിക്കേണ്ടതായിട്ട് വന്നു. പിടിക്കുന്നതായി മാതാക്കൾ, സഹോദരിമാർ വേദനയോടുകൂടി കുഞ്ഞുങ്ങളെ പ്രസവിക്കേണ്ടതായിട്ട് വന്നു. മുഴുവൻ പറക്കാരെയും ഈ പ്രകൃതിയിൽ ഉണ്ടായി. സമൂഹം മുഴുവനും അശുദ്ധിയുടെ അനുഭവത്തിൽ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ട അനുഭവം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഭൂമി ഭക്ഷണത്വം നിറഞ്ഞു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൽ വളരെയധികം വേദനിച്ചു, നിരാശപ്പെട്ടു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പാപത്തിൽ നിന്നും ഒരു പരിണിത ഫലം ഉണ്ടാകുന്നതിന് വേണ്ടി, നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ കാലസമ്പൂർണതയിൽ ഈ ലോകത്തിൽ കൊണ്ടുവന്നു. ഒരു പ്രതീക്ഷ ദൈവം നമുക്കായി തന്നു, അതറിയാം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പാപം ഏറ്റു പറഞ്ഞ വ്യക്തിയെ പാപം ഏറ്റു പറയാത്തതായ 2-3 എക്സാമ്പിൾ നമുക്കെല്ലാവർക്കും വളരെ സുപരിതമായ 2-3 എക്സാമ്പിൾ ഞാൻ പെട്ടെന്ന് നിങ്ങളോട് സംസാരിച്ച് കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത് പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 27-ാം വാക്യം. പാപം ചെയ്ത ഒരു 2-3 വ്യക്തികളെ നമുക്ക് കാണാം. പാപം ചെയ്തതായ പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 27-ാമത്തെ വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത്, അപ്പോൾ ഫറവോൻ ആളയച്ചു മോശയെയും അഹരോനെയും വിളിപ്പിച്ചു, ഈ പ്രാവശ്യം ഞാൻ പാപം ചെയ്തു. ഇത് ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്നുള്ളതായ ഒരു ആത്മരോധനമാണ്. ഇപ്രാവശ്യം ഞാൻ പാപം ചെയ്തിരിക്കുന്നതാണ്. ഞാൻ പാപം ചെയ്തിട്ടുണ്ടോ? ഇവിടെ ഫറവോ നമ്മളോട് ദൈവ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നു. ഫറവോ പറയുകയാണ്, ഇപ്രാവശ്യം ഞാൻ പാപം ചെയ്തു. ഫറവോന്റെ പാപം. രണ്ടാമത് നമ്മൾ വേറെ വ്യക്തികളെ കാണാം. ഒന്ന് ശൗമേൽ 26-ാം അധ്യായം 21-ാമത്തെ വാക്യം. ശൗൽ പറയുന്നുണ്ട്, ഞാൻ പാപം ചെയ്തിരിക്കുന്നു, എന്റെ മകനെ ദാവീദെ മടങ്ങി വരിക. കാരണം അത് നമ്മൾ ഫറവോന്റെ ആത്മരോധനം നമുക്ക് കൊട്ടാരത്തിൽ നിന്ന് കേട്ടു. ഇപ്രാവശ്യം ഞാൻ പാപം ചെയ്തു. 2 ശമൂവേലില് ശൗൽ രാജാവ് പറയുന്നു, എന്റെ മകനെ ദാവീദെ ഞാൻ പാപം ചെയ്തു. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിലുള്ള വേറെ ഒരാളോട് കാണാൻ സാധിക്കും. മത്തായി എഴുതിയ സുവിശേഷം 27-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. 3 വ്യക്തികളെയും അവർ ചെയ്തതായ പാപത്തിന്റെ ഏറ്റുപറച്ചിലുമാണ് ഞാൻ ഈ 3 വാക്യങ്ങളിലൂടെ നമ്മൾ കേട്ടത്. ഒന്ന്, കൊട്ടാരത്തിൽ അകത്തുള്ളതായ നിലവിളി, ഞാൻ പാപം ചെയ്തു. അത് ഫറവോന്റെ നിലവിളിയാണ്. 2, മരുഭൂമിയിലെ ഒരു നിലവിളിയാണ്. അത് ശൗൽ രാജാവിന്റെ നിലവിളിയാണ്. എന്റെ മകനെ ദാവീദെ ഞാൻ പാപം ചെയ്തു. 3, ദൈവാലയത്തിന് അകത്തുള്ളതായ ഒരു നിലവിളിയാണ്. മഹാപുരോഹിതന്മാരുടെ അടുക്കൽ യൂദ ഇസ്രായേലിനകത്ത് വന്നിട്ട് പറയുന്നു, വാങ്ങിയതായ 30 വെള്ളിക്കാശ് എടുത്ത് ഇറങ്ങി കൊടുത്ത് ആലയത്തിൽ നിന്ന് പറയുകയാണ്, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ തള്ളിപ്പറഞ്ഞു വരുന്നു, ഞാൻ പാപം ചെയ്തു. എന്താണ് ഫറവോൻ ചെയ്തായ പാപം? എന്താണ് ശൗൽ ചെയ്തായ പാപം? എന്താണ് യൂദ ചെയ്തായ പാപം? എന്താണ് ഈ പ്രസംഗിക്കുന്നത് ഞാൻ ചെയ്യുന്ന പാപം? എന്താണ് ദൈവജനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളോട് ചെയ്യുന്ന? നമ്മളൊന്ന് വിശകലനം ചെയ്താൽ, നമ്മളൊന്ന് ആഴമായിട്ട് അങ്ങോട്ട് കടന്നു പോയാൽ നമ്മൾ
അത് വളരെ നല്ലതായിരിക്കും എന്നനുസരിക്കുകയാണ്. ഫറവോന്റെ ഒന്നാമത്തെ പാപം, അവൻ ദൈവജനത്തെ ആരാധിക്കുവാനായിട്ട് വിടുന്നില്ല. അവന്റെ ഹൃദയം കഠിനമാകുന്നു. അതിനെ കേൾക്കുമ്പോ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമ്പോ അവന്റെ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടേയിരിക്കും. ദൈവത്തിന്റെ വചനം കേൾക്കുന്തോറും കഠിനപ്പെടുന്നവരുണ്ടോ എന്ന് ഒന്ന് ആലോചിച്ച് സ്പെഷ്യൽ ഒക്കേഷനാണ്. വളരെ സന്തോഷകരമായ അതിന്റെ ആ സഭകൾ ഒരുമിച്ചുകൊണ്ട് ദൈവത്തിന്റെ മക്കൾ ഒരുമിച്ചുകൂടി സന്തോഷം പങ്കിടുന്നതാണ്. വളരെ മനസ്സിന് ഏറ്റവും കുളിർന്നേക്കുന്ന ഒരു നിമിഷമാണ് ഈ സമയം. ദൈവം നമ്മളോട് ചോദിക്കുകയാണ്, ദൈവവചനം കേൾക്കുന്നതോടും ദൈവവചനം വായിക്കുന്നതോടും ദൈവവചനത്തെ കുറിച്ചുള്ളതായ അറിവ് നമുക്ക് ഉണ്ടാകുന്നതോടും എവിടെയെങ്കിലുമൊക്കെ ഹൃദയം കഠിനമായി പോകുന്നുണ്ടോ? ഏറ്റുപറയുന്നതിനുള്ളതായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ? എന്താണ് ശൗൽ ചെയ്തതായ പാപം? ശൗലിനെ കുറിച്ച് പറഞ്ഞാൽ ദൈവത്തിന്റെ കൽപ്പനയെ അവൻ അനുസരിച്ചില്ല, ദൈവത്തോട് അവൻ ആലോചന ചോദിച്ചില്ല. അതാണ് കാണാൻ സാധിക്കുന്നത് രണ്ടുപേരുടെ ഭാഗം. യൂതയുടെ ഭാഗത്ത് ഒത്തിരി ഉണ്ടെങ്കിൽ നമുക്കറിയാം. ഒന്ന്, അവൻ ദ്രവ്യാഗ്രഹിയായിരുന്നു. യൂതയുടെ ഭാഗത്തിലൂടെ കാണാൻ സാധിക്കുന്നത് നമ്മളെ വളരെ ചിന്തിക്കുന്നു. ഒന്ന്, അവൻ ദ്രവ്യാഗ്രഹിയായിരുന്നു. രണ്ട്, 8 അവസരങ്ങൾ കിട്ടിയിട്ട് കഴിച്ചാണ്. 8 അവസരങ്ങൾ കിട്ടിയിട്ട് പത്രോസിന് പാപം ചെയ്തു. പക്ഷേ ഇത് അവസരം കിട്ടിയതെന്ന് കഴിച്ചു. അവൻ അതിനെ ഏറ്റു പറഞ്ഞു. പക്ഷെ 8 അവസരങ്ങൾ കിട്ടിയിട്ട് അവസരം നഷ്ടപ്പെടുത്തിയ ആളാണ് യൂദയാണ്. ദൈവാലയത്തിൽ പണസഞ്ചി കൊണ്ട് ഇറങ്ങിയിട്ട് പറഞ്ഞല്ലോ, ഞാൻ പാപം ചെയ്തു പോയല്ലോ. ഒരു നിമിഷം, ഒരു ദിവസം, വളരെ സംസാരിച്ചു. ഒരു ദിവസം ദൈവത്തിന്റെ മുമ്പിൽ നമ്മളോട് തന്നെ നിൽക്കുമ്പോൾ, നിൽക്കാനായിട്ട് ഉള്ളതാണ് നമ്മളോട് നിൽക്കുമ്പോൾ എത്ര അവസരം നമുക്ക് തന്നു എന്ന് ദൈവം നമ്മളോട് ചോദിക്കും. എത്ര അവസരം നമുക്ക് ഓരോരുത്തർക്കും തന്നു എന്നെയും ദൈവം നമ്മളോട് ചോദിക്കും. 8 ഡയറക്റ്റ് ഇടപെടലുള്ളതായ അവസരങ്ങൾ ലഭിച്ചപ്പോ യൂദ പറ്റിയില്ല, മാനസാന്തരപ്പെട്ടില്ല എന്നത് കാണാൻ സാധിക്കും. പ്രകാരം 3 പേർക്കും പാപമോചനം ലഭിച്ചില്ല എന്ന് കൃത്യമായിട്ട് നമുക്കറിയാം അല്ലേ? ഫറവോനെ കുറിച്ച്, ശൗലിനെ കുറിച്ച് അറിയാം, യൂദയെ കുറിച്ച്. 3 പേരെയും ഫറവോനെ കുറിച്ച് നമ്മൾ കാണുന്നത് ചെങ്കടൽ വന്നവരെല്ലാം ഉപദ്രവിക്കുന്നതിന് പോകുമ്പോൾ ചെങ്കടൽ മുങ്ങി ചത്ത് ജലം പൊങ്ങി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചെങ്കടൽ ഫറവോനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഇനി ശൗലിനെ കുറിച്ച് നമുക്ക് കഴിഞ്ഞാൽ കാണാം. ഗിൽബോഗ പർവ്വതത്തിൽ ഏത് കുന്തം കൊണ്ട് ദാവീദിനെ കുത്തുവാനായിട്ട് നടന്നോ അതേ കുന്തത്തിൽ വീണതിൽ അവൻ കഴിച്ചു. അതിന് പ്രത്യേകതയുണ്ട്. ഇവിടെ നമ്മളെല്ലാം നിന്ന് കഴിഞ്ഞാൽ ശൗൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? അവന്റെ തോൾ വരെ മാത്രമേ ഇവിടെ ഏറ്റവും പൊക്കം കൂടിയ ആളാണ്. ഇവിടെ ഇന്ന് വന്നിട്ടുള്ള ഏറ്റവും വലിയ ആള് ശൗലിയുടെ നിന്ന് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എല്ലാവരേക്കാൾ അവൻ എല്ലാവരും വന്ന് നിൽക്കുമ്പോൾ എല്ലാവരും തങ്ങളുടെ ഭാഗം എത്തുമ്പോൾ അവൻ തോളത്തേ ഉള്ളൂ എന്നാണ് തിരുവനന്തപുരം. ആ കഴുത്തിനെ റവാനയിൽ വന്ന് അന്യജാതിക്കാരൻ വന്ന് കഴുത്തിനെ അറുത്തു എന്ന തിരുവനന്തപുരം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ 8 അവസരങ്ങൾ ലഭിച്ച് ലഭിച്ചിട്ട് മാനസാന്തരപ്പെടാത്ത പുരോഹിതന്മാരോട് പാപം ഏറ്റുപറയുന്ന ഈ യൂദ എന്താ പറയാ, ഒരു കയറ് പോയി കഴിച്ചിട്ട് വാങ്ങി കെട്ടി കെട്ടിയിട്ട് ചെയ്തു. പലരും മനുഷ്യരെ ഇങ്ങനെ കയറ് കെട്ടുമ്പോൾ അവിടെ നിന്ന് നിന്നോളും. ഇദ്ദേഹത്തിന് അതുവാങ്ങിയായിരുന്നു. ഇദ്ദേഹം ചെയ്തു, താഴെ വന്ന് വീണു. അദ്ദേഹത്തിന്റെ വയറ് തെറിച്ചല്ലേ താഴെ വന്ന് ഇടിച്ചു ചിതറിപ്പോയി എന്നാണ് കാണാൻ ശമിക്കപ്പെട്ടത്. ശൗൽ രാജാവ് താൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന, തന്നെ സഹായിച്ചുകൊണ്ടിരുന്ന ദൈവപുരുഷനായ, ദൈവഭക്തനായ, തനിക്ക് ബുദ്ധിഭ്രമം സംഭവിക്കുമ്പോഴൊക്കെ തന്നെ ആ അസുഖം മാറ്റുന്നതിന് വേണ്ടി ഇവിടെ നടന്ന ദാവീദിനെ, ദൈവത്തിന്റെ അഭിഷിക്തനെ എവിടെ നിന്നാലും ചോരോട് ചേർത്ത് വെച്ച് പുല്ല് വേണ്ടിയാണ് അവന്റെ പുറത്തുതല്ല. അത് വീണ് അതിൽ തന്നെ വീണ് അവൻ ധരിക്കും. ചെറിയ ചെറിയ അവസരങ്ങൾ നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ട നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുവാനിട വരുത്തരുത്. ഇവിടെ നമ്മൾ കാണുന്നത് എന്ന് പറയുന്നത് എന്നാല് നമുക്ക് ഈ 3 വ്യക്തികൾക്ക് വിപരീതമായിട്ട് വേറൊരു വ്യക്തി നമ്മൾ കാണാൻ സാധിക്കും. ദാവീദിന്റെ പ്രത്യേകത എന്താണ്? ദാവീദിനെ കുറിച്ച് നമ്മൾ കാണാൻ സാധിക്കുന്നത്, കർത്താവേ ഞാൻ നിന്നോട് പാപം ചെയ്തു, കർത്താവേ ഞാൻ നിന്നോട് പാപം ചെയ്തു ഏറ്റു പറയുന്നു. അതാണ് തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ഒരിക്കലും ശുഭം വരികയില്ല. അത് ഏറ്റു പറയുന്നവനോ കരുണ ലഭിക്കും.
കരുണ ലഭിക്കുക, കരുണ ദൈവത്തിൽ നിന്ന് ലഭിക്കുവാനാണ് നമ്മൾ ഓരോരുത്തരായി. എന്തിനാണ് ദൈവം മോശയെ ഫറവോന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നത് എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന് മോശയ്ക്ക് ഒരേ ഒരു വേടയുള്ളൂ, ഒരേ ഒരു വേടയുള്ളൂ. അതാണ് എന്റെ ജനത്തെ വിട്ടയക്കുക, എന്റെ ജനത്തെ വിട്ടയക്കുക. എന്റെ ജനത്തെ വിട്ടയക്കുക. പ്രഭാഷണ പുസ്തകം 3:7-8 വായിച്ചു കഴിഞ്ഞാൽ അവരുടെ കഷ്ടത, അവരുടെ നിലവിളി സ്വന്തത്തോളം എത്തി, കേട്ടു കണ്ടു എടുത്തു പറയുകയാണ്. അവരുടെ വേദന കാണുകയാണ്, അവരുടെ നിലവിളി കേൾക്കുന്നതായ ഒരു ദൈവമാണ്. അതിനുശേഷം ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. എന്തിനാണ് ദൈവത്തെ വിട്ടയക്കുവാനായിട്ട് പറഞ്ഞത്? എന്തിനാണ് ഈ ജനത്തെ വിട്ടയക്കുവാനായിട്ട് പറഞ്ഞത്? 4-5 കാര്യങ്ങൾ ഈ പുറപ്പാട് പുസ്തകം കാണാൻ സാധിക്കും. 3-ാം അധ്യായം 8-ാമത്തെ വാക്യം പറയുന്നത് എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുന്നതായ ഒരു സ്ഥലമാണ് അവർ പറയുന്നത്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പാലും തേനും ഒഴുകുന്നതായ ആ ഒരു നല്ല ദേശത്ത് കൊണ്ടുപോകുവാൻ, ഒരു കനാനിൽ കൊണ്ടുപോയി ആക്കുവാൻ ഇപ്പോൾ എന്തിരിക്കുകയാണ്, അത് വിടുവാനായിട്ട് മോശയോട് പറയുകയാണ്. ഒരു പാലും തേനും ഒഴുകുന്ന, ഒരു കണ്ണുനീരില്ലാത്ത, ഒരു വേദനകളില്ലാത്ത, ഒരു സുരക്ഷിതമായ ഇടം നമ്മൾ ഓരോരുത്തർ എത്തിച്ചേരുവാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. എവിടെയൊക്കെയോ ഇന്ന് വിളിച്ചിറക്കി നമ്മളെ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ ഓരോരുത്തരെ ആക്കിയിരിക്കുന്നത്. ആ ദേശത്ത് കൊണ്ടുപോകുവാനാണ് കർത്താവ് നമ്മെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. ദൈവം മോശയുടെ വഴിയെ ഇസ്രായേൽ ജനങ്ങളെ വിടുവിക്കുന്നതിന് വേണ്ടി ഒന്ന് അവരെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുവാനാണെന്ന് നമ്മൾ കാണുന്നു. 2, മരുഭൂമിയിൽ ദൈവത്തെ ആരാധിക്കാൻ. നമ്മളെല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നതിന്റെ ആരാധനയുടെ സന്തോഷം ഓരോ പാട്ടുകൾ പാടുന്ന സ്ലോഗൻസ് 2 കൈ എടുക്കുന്നത് എൻജോയ് എനിക്ക് കാണാൻ സാധിച്ചു. അത് നല്ല ആ പാട്ടിന്റെ ഒഴുക്കിലേക്ക് നമ്മൾ അറിയാതെ ദൈവമായിട്ട് ആരാധിക്കുവാനായിട്ട് മരുഭൂമിയിൽ ദൈവത്തെ ആരാധിക്കാനാണെന്ന് പുറപ്പാട് പുസ്തകം 7:16, പുറപ്പാട് 8:1, 8:20, പുറപ്പാട് 9:1, 9:11 ഇങ്ങനെ 5 ഇടങ്ങളിൽ പറഞ്ഞു. 5 ഇടങ്ങളിൽ ഈ കാര്യങ്ങളെ എന്നെ ആരാധിക്കാനായിട്ട് എന്റെ ജനത്തെ വിട്ടയക്കാൻ വന്നതിന് ശേഷവും ജനത്തെ വിട്ടയച്ചില്ല എന്ന് കാണാൻ സാധിക്കും. വിട്ടയക്കാതിരുന്നപ്പോൾ ദൈവത്തിന്റെ 6ാം പ്രാവശ്യമായപ്പോൾ ദൈവത്തിന്റെ സ്വഭാവം മാറി. നമ്മൾ ചിന്തിക്കണം, ദൈവം നമ്മോട് അവസരങ്ങൾ തരുമ്പോൾ, ദൈവം നമുക്ക് കൂടുതലായിട്ട് ജീവിക്കാനുള്ള നന്മകൾ നൽകുമ്പോൾ, നമ്മൾ പ്രതീക്ഷിക്കുന്നതിലുപരിയായ നന്മകളുടെ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ വീണ്ടും ഫറവോന്റെ ഹൃദയം പോലെ നമ്മൾ കഠിനമായി തെറ്റിപ്പോയാൽ ദൈവം എപ്പോഴും ഒരേ രീതിയിൽ ഇരിക്കില്ല എന്ന് നമ്മൾ ഈ കാര്യം മനസ്സിലാക്കണം. 10-3 പറയുന്നത്, നിന്നെ തന്നെ താഴ്ത്തു പോവാൻ എത്രത്തോളം മനസ്സില്ലാതിരിക്കും, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. നിനക്ക് മനസ്സില്ലെങ്കിൽ മോശയോട് പറഞ്ഞു, നാളെ എന്റെ പണി തുറന്നു. നിങ്ങൾക്ക് വെട്ടിക്കിളികളിലായി എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെതായ സ്വഭാവത്തിന്റെ രൂപം അവിടെ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ദൈവത്തെ പാലും തേനും ഒഴുകുന്നതായ 7 പ്രത്യേകതകളുള്ളതായ സ്ഥലമാണ് സമ്മേളനം. ആ ദേശത്തിന്റെ പ്രത്യേകത, അവിടുത്തേതായ രീതികളൊക്കെ അവിടെ പറയുന്നത്. അങ്ങനെയുള്ളതായ മനോഹരമായ കലോൺ ദേശം തരുന്നതിന് വേണ്ടി അവരെ വിടിവിക്കുവാനായിട്ട് പറയുന്നു. 2, നമ്മളോട് പറഞ്ഞതായി ജനത്തെ ആരാധിക്കുവാനായിട്ട് പറയുന്നു. 3-ാമത് പുറപ്പാട് പുസ്തകം 5-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത് മരുഭൂമിയിൽ ഉത്സവം ആചരിക്കുക. ഒരു ഉത്സവത്തിന്റെ പ്രതീതിയായിരിക്കണം ഇവിടെ നമ്മൾ, ഒരു ഉത്സവത്തിന്റെ പ്രതീതിയായിരിക്കണം. 5 സഭകൾ ദൈവിക ശുശ്രൂഷകന്മാർ കുഞ്ഞുങ്ങളൊക്കെ ഒരുമിച്ച് പരസ്പരം ഹൃദയങ്ങളെ പകർന്ന് പരിചയപ്പെട്ട് സന്തോഷങ്ങൾ പങ്കുചേർന്ന് ഒരു ഉത്സവം ആചരിക്കുന്നതിനുണ്ടായിരിക്കുന്നു. മനോഹരമായ കനാൻ ദേശത്തെ നോക്കി പാർത്തുകൊണ്ട് ആരാധനയിൽ ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ഉത്സവ പ്രതീതിയിൽ ദൈവസ്ഥാനത്തിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു അനുഭവമാണ് നമ്മളുടെ ആയിരിക്കുന്നത്. 7 ഉത്സവങ്ങൾ: പെരുന്നാൾ, ഉരുളില്ലാത്തപ്പത്തിന്റെ പെരുന്നാൾ, കറ്റയുടെ പെരുന്നാൾ, പെരുന്നാൾ, ആഹ്ലാദ പെരുന്നാൾ, കൂടാര പെരുന്നാൾ, മഹാഭാവ പരിഹാര പെരുന്നാൾ. 7 പെരുന്നാൾ. ഈ ദൈവം ഈ ജനത്തെ വിടുവിച്ചത് മഞ്ഞയും തിന്ന് കാടെഴുതാനാണ് ടേസ്റ്റിയുടെ ഇറച്ചിയും കഴിച്ച് സുരക്ഷിതമായിട്ട് കിടന്ന് വന്നായിരുന്നില്ല ദൈവം വിളിച്ചിരിക്കുന്നു. നമുക്ക് എന്തെങ്കിലും കുറവുള്ളത് നമ്മുടെ വീടുകളിൽ എന്തെങ്കിലുമൊക്കെ ഇന്നത്തെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലാണ് ദൈവം എത്രമാത്രം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അതൊക്കെ അനുഭവിച്ചുകൊണ്ട് അങ്ങനെ ഈ ഭൗതികമായ നേട്ടത്തിന് മാത്രം വേണ്ടിയാണ് നമ്മൾ വ്യക്തമായിരിക്കേണ്ടത്.
നമ്മള് ഒരു ഉത്സവത്തിന്റെ പ്രതീതി ദൈവത്തോടൊപ്പം ആയിരിക്കുവാൻ ദൈവത്തിനെ ഓർമ്മിക്കണം. അപ്പോൾ 3 ഉത്സവം ആചരിക്കുവാൻ, 4 പുറപ്പാട് പുസ്തകം 5:3 പറയുന്നത് മരുഭൂമിയിൽ യാഗം കഴിക്കുവാൻ, അല്ലെ? മരുഭൂമിയിൽ യാഗം കഴിക്കുവാൻ ദൈവസഭയെ വിളിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? യാഗം കഴിക്കാൻ. ജനത്തിന് ദൈവം നൽകിയിരിക്കുന്ന 5 യാഗങ്ങൾ അറിയാം. ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം, പാപയാഗം, അമൃത്യയാഗം, ഇങ്ങനെയുള്ളതായ യാഗങ്ങളെല്ലാം അറിയാം. സങ്കീർത്തനം 50:5 പറയുന്നുണ്ട്, എന്റെ വിശുദ്ധന്മാരെ, തിരുവചനം പറയുന്നത്, യാഗം കഴിച്ചും നിയമം ചെയ്തും ആയുള്ള എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൊണ്ടുവരും. അങ്ങനെയുള്ളവരെ കൊണ്ടുപോകാനാണ് ദൈവം പറയുന്നത്. എന്താണ് നമ്മുടെ യാഗം? നമുക്കറിയാം, അല്ലെ? എന്താണ് നമ്മുടെ യാഗം? ഇന്നത്തെ യാഗം അർപ്പിക്കേണ്ടത്, ഒന്നാമത് നമ്മൾ അർപ്പിക്കേണ്ടത് ശരീരയാഗം. ശരീരയാഗം നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുന്നില്ല. ആ ഒരു സമർപ്പണത്തിനെയാണ് നമ്മളുണ്ടായിരിക്കുന്നത്. കാരണം നമ്മള് വിശുദ്ധനായ ദൈവത്തിന് മുമ്പിൽ അശുദ്ധിയുടെ നമ്മളെ കടക്കാനായിട്ട് സാധിക്കില്ല. തന്റെ ലംഘനങ്ങളെ മറക്കുന്നതിന് സുഖം വരികയില്ല. തന്റെ ലംഘനങ്ങളെ മറച്ചു വെച്ചതായ ഫറവോനെ നമ്മൾ അറിഞ്ഞു, ശൗലിനെ നമ്മൾ അറിഞ്ഞു, ഇസ്രായേലിനെ നമ്മൾ അറിഞ്ഞു. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ശരീരങ്ങളെ ദൈവസന്നിധിയിൽ എങ്ങനെയുള്ളവരാക്കി ജീവനുള്ള വിശുദ്ധിയുള്ള ദൈവത്തിന് പ്രസാദമുള്ള എത്ര വേർഡുകളാണ് അറിയാം. സമർപ്പിക്കണം. ഈ ലോകത്തിന് അനുരൂപമാകരുത്. നന്മയും പൂർണ്ണതയുള്ള ദൈവവിഷയമെന്ന് തിരിച്ചറിയണം. അപ്പോൾ ഒരു യാഗം അർപ്പിക്കുന്നതിലേക്കാണ് നീങ്ങുന്നത്. ഈ ജനത്തെ വിടിയിക്കുവാൻ ദൈവം ആവശ്യം അറിയിക്കുന്നത്. 5 പുറപ്പാട് 4:22-23 എന്തിനാണ് ദൈവം ഈ ജനത്തെ വിടിയിക്കുവാനാണ് പറഞ്ഞാൽ, ദൈവജനത്തിന്റെ പുറപ്പാട് 4:22-23 പറയുന്നത് ശുശ്രൂഷ ചെയ്യുവാൻ, ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ. ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ അറിയാം. സമയം തന്നെ വിവരിക്കുന്നില്ല. മാർത്തയുടെയും മറിയയുടെയും ഒക്കെ സഹകരിക്കുന്നതും ശുശ്രൂഷ ചെയ്ത് തുടങ്ങിയവരാണെന്ന് മാർത്തയെ എനിക്ക് വയ്യ. മാർത്തയെ പോലെ ശുശ്രൂഷയിൽ തുടങ്ങിയതാണോ അതോ മറിയെ പോലെ നല്ല അംശം തെരഞ്ഞെടുപ്പെടുന്നവണോ പറയുന്നതാണ്. ശുശ്രൂഷ ചെയ്യുവാനായിട്ടാണ് ഈ ദൈവം മോശയുടെ ഈ ജനത്തെ വിടുവിക്കുവാനായിട്ട് കൊണ്ടുവന്നതായി കാണാൻ സാധിക്കും. നമ്മൾ 4-5 കാര്യങ്ങൾ നമ്മളുടെ പഠിച്ചു. മനോഹരമായ അനാദേശം, ആരാധനയ്ക്കായിട്ട്, യാഗമർപ്പിക്കുന്നതിലേക്കായിട്ട്, ശുശ്രൂഷിക്കുന്നതിലേക്കായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ സ്റ്റെപ്സ് നമ്മൾ ചിന്തിച്ചത് എവിടെയെങ്കിലും നമ്മുടെ വീഴ്ചകൾ സംഭവിച്ചോ എന്ന് ദൈവം നമ്മൾ സംസാരിക്കുന്നു. 2 ഇപ്പം ഞാൻ നടത്താം. ശൗലിന് എന്ത് സംഭവിച്ചു? ശൗൽ എന്തിനാണ് മരിക്കേണ്ടി വന്നത്? 1 ദിനവൃത്താന്തം 10:13 പറയുന്നത്, ഇങ്ങനെ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായും യഹോവയുടെ വചനം പ്രമാണിക്കയാലും വെളിച്ചപ്പാടുകളുടെ അടുക്കലേക്ക് അരുളപ്പാട് ചോദിച്ചതിനാലും അവൻ മരിക്കേണ്ടി വന്നു. ഞാൻ എന്റെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ പുനരാഗമന വംശമായി വേഗം എന്ന് വളരെ ഇമ്പോർട്ടൻസ് ആയ ഇറാന്റെ കാര്യങ്ങളും അവസാന സമയത്ത് നടക്കുന്ന സിറ്റുവേഷൻസിന്റെ സമയത്ത് ദൈവം വളർത്തിരിക്കുക, വളരെ കഷ്ടപ്പെട്ടതാണ്. നമ്മൾ അന്ത്യകാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ്. എത്ര നാളിൽ നമ്മൾ ജീവിക്കുമോ ഈ ലോകം നമ്മൾ പറയാൻ കഴിയാത്തതായ നോക്കിക്കൊണ്ടിരിക്കുക കണ്ണുമ്പിൽ നിന്ന് ഉടൻ തന്നെ നമ്മൾ പിടഞ്ഞു വീണ് മരിക്കുന്ന ഒരു കാലഘട്ടം. നാളെ നമുക്ക് സമയമില്ല. അങ്ങനെ ഇരിക്കുന്നതായ ഈ കാലഘട്ടത്തിൽ ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ദൈവത്തോട് ചോദിച്ച് മനസ്സിലാക്കി ഏറ്റു പറയാനായിട്ടുണ്ടോ? ഇവിടെ തെറ്റിയ അബദ്ധം എന്ന് പറയുന്നത്, യഹോവയുടെ വചനം പ്രമാണിക്കയാലും വെളിച്ചപ്പാടത്തിന്റെ അടുക്കിലേക്ക് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നത്. വെളിച്ചപ്പാടിന്റെ അടുക്കലൊന്നും പോകുന്നില്ല. പക്ഷേ യഹോവയുടെ കൽപ്പന ഏറ്റവും കൂടുതൽ പറഞ്ഞ് ഇന്ന് 7 ഇമ്പോർട്ടൻസ് നമ്മുടെ സഭയുടെ അടിസ്ഥാനങ്ങൾ വന്നപ്പോഴും ദൈവത്തിന്റെ നിയമം അല്ലെങ്കിൽ എടുത്തു പറയുക, ദൈവത്തിന്റെ 10 കൽപ്പന. ദൈവത്തിന്റെ കൽപ്പനകളിൽ നിന്ന് നമുക്ക് എവിടെയെങ്കിലും വീഴ്ചകൾ സംഭവിച്ചു പോയോ? അതാണ് ശൗലിനെ പറ്റിയത്. ശൗല് പല കാര്യങ്ങളിലും വീഴ്ച സംഭവിച്ചു. ലേവ്യപുസ്തകം 26 പറയുന്നത്, വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും മുൻപാകെ പരസംഗം ചെയ്യാൻ പോകുന്നവരുടെ മേൽ ഞാൻ എന്റെ ദൃഷ്ടി വെച്ചിട്ടുണ്ട്. കണ്ടുപിടിക്കുകയാണ്. CCTV ക്യാമറ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പണ്ടത്തെ ക്യാമറ ഇല്ലോ എന്ന് പറഞ്ഞ് നമ്മളിവിടെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളോട് പറയുന്നത് ദൈവത്തിന്റെ ദൃഷ്ടി നിന്റെ മേൽ വെച്ചിട്ടുണ്ട്. ശൗലിനെ വെച്ചു. ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു, ഒരു യാഗത്തിന്റെ കാര്യം നമുക്കറിയാം. യാഗം നടത്തണം, ആ കാര്യം അറേഞ്ച് ചെയ്യാനായിട്ട് പറഞ്ഞു. ശമൂവേൽ പ്രവാചകനായ ദൈവത്തിന്റെ ദാസൻ പാവപ്പെട്ട മനുഷ്യൻ വരുന്നതിന് അല്പം താമസിച്ചു പോയി. 10 ലേറ്റ് ആയി എത്താൻ പറ്റില്ല. എന്ത് സംഭവിച്ചു? ഏത് പുരോഹിതൻ, ഏത് മാസ്റ്റർ പോയി പണി നോക്കാൻ പറഞ്ഞത് ചെയ്തു. ശൗലി യാഗത്തിന് തീയം കൊടുത്തു.
ശൗല് വന്ന സൗമ്യൽ പ്രവാചകൻ വന്നപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ യാഗമൊക്കെ തീർന്നു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, നല്ല മിടുക്കനായിട്ട് ശൗലായിരിക്കുന്നത്. താങ്കൾ വന്നില്ലായെങ്കിൽ ഞാൻ കത്തിച്ചാലേ തീ കത്തും, യാഗമൊക്കെ നടക്കും. അപ്പോഴവിടെ മോനെ കുഞ്ഞെ വാന്ന് പറഞ്ഞു ശൗല വിളിച്ചു, അല്ലേ യാഗത്തെക്കാൾ അനുസരിക്കുന്നത് നല്ലത്. ദൈവത്തിന്റെ കൽപ്പനകൾ ദൈവം നമുക്കായിട്ട് തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ കൽപ്പനകൾ എവിടെയാണ് നമുക്ക് വീഴ്ച സംഭവിച്ചത്? ദൈവത്തിന്റെ കൽപ്പനകൾ എവിടെയാണ് നമുക്ക് ഇനി അങ്ങോട്ട് കുറച്ചുകൂടി സധൈര്യം മുന്നോട്ട് പോകേണ്ടത്? ഏത് കാര്യങ്ങളാണ് ഇന്നലെ വരെ ചെയ്തെങ്കിൽ നിർത്തേണ്ടത് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. ശ്രദ്ധിക്കുന്നത് ദൈവത്തിന്റെ മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ പ്രയോജനം. ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ വേദസ്സിനേക്കാൾ പ്രയോജനം. അതിക്രമം ഹേതുവായും വചനം പ്രമാണിക്കുകയാലും വെളിച്ചപ്പാടത്തിനോട് അന്നപ്പാട് ചോദിച്ചതിനാലും ശൗൽ മരിക്കേണ്ടി വന്നു. അതാണ് ദാവീദ് എവിടെ ആരാധിക്കുന്നോ ആ സ്ഥലത്ത് വെച്ച് സംഭവിക്കുകയാണ്. അവനെ കുത്താൻ ഉപയോഗിച്ചതായ കുന്തം തന്നെ വന്ന് വീഴും, അതിൽ അവൻ മരിച്ചു വീഴുമെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മള് നിർത്താൻ ആഗ്രഹിക്കുന്നു. ഒന്ന് ശൗൽ 15-ാം അധ്യായം വായിച്ചു കഴിയുമ്പോൾ അമാലേക്ക് എന്ന് പറയുന്ന മനുഷ്യൻ, അമാലിക്കിനെ കുറിച്ചൊക്കെ പറയുന്നത് ഇവരെ ഒരൊറ്റ മനുഷ്യനെ പോലെ വെച്ചിരിക്കരുത്, അവരെല്ലാവരും ഉന്മൂലനാശം ചെയ്യണമെന്ന് ശൗലിനോട് പറഞ്ഞപ്പോൾ അനുസരിക്കാത്തതായ അവൻ രക്ഷിച്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരുത്തനെ വെട്ടി എന്നാണ് നമുക്ക് ശൗലിനും 14-ാം കാണാൻ സാധിക്കും. 15-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തിനെ നശിപ്പിക്കാതെ വെച്ചോ അത് അവന്റെ ഘാതകനായിട്ട് മാറി. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇപ്പോഴായിരിക്കുന്ന ഈ സിറ്റുവേഷൻസ്, അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ എവിടെയോ ചെറിയ പാപങ്ങൾ ഉള്ളതുകൊണ്ട്, എന്റെ ജീവിതത്തിൽ വിശുദ്ധനായ ദൈവത്തിനെ എനിക്ക് കാണുന്നതിന് എവിടെയോ തടസ്സമുള്ളത് കൊണ്ട്, അതുകൊണ്ട് ഇപ്പോൾ 5 സഭയിലെ ഇരിക്കുന്നതായ കുമ്പനാട് ഈ 5 സഭകളായിരിക്കുന്നവർ ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും അതുകൊണ്ട് എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പറയുന്നത് എല്ലാവരും എല്ലായിടത്തും എല്ലാവരും എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണമെന്ന് ദൈവം ചെയ്യുക. അതുകൊണ്ട് ഈ 5 സഭയിലിരിക്കുന്ന പ്രിയപ്പെട്ട സ്നേഹിതരെ, ഈ പ്രസംഗിക്കുന്ന ഞാൻ ഇവിടെ തിരുവനന്തപുരയുടെ എല്ലാ രീതിയിലുകൊണ്ടിരിക്കുന്ന സഭ നേതൃത്വമേ, അതുകൊണ്ട് നമ്മളെല്ലാവരും എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ഈ സമയത്ത് നമ്മളോട് ഇച്ഛിക്കുകയാണ്. ഇത് നമ്മളോട് മാനസാന്തരം. ദൈവത്തിന്റെ കരം ആ ദിവസം ഭാരമായി ദിവസം നമുക്കുണ്ട്. ആ ദിവസം എനിക്കും നിങ്ങൾക്കും ആർക്കും ഭാരമായി ദൈവം ആ ഒരു ദിവസം ഇരിക്കാനായിട്ട് വരരുത്. അതുകൊണ്ട് ആ ദിവസം നമുക്ക് ഭാരമായി ഒരു മനുഷ്യൻ ചെങ്കടലിൽ മുങ്ങി ചത്തു എന്നുള്ളതോ മരിച്ചു എന്നുള്ളതോ വിഷയമുള്ളതല്ല, ചത്തു പൊങ്ങി എന്ന് കാണാൻ സാധിക്കും. ശൗൽ അവിടെ കഴുത്തിന് മുകളിലോട്ടുള്ള നമ്മളെക്കാൾ തലയ്ക്ക് മുകളിലുള്ള കഴുത്തിന് അമാലയിൽ നിന്ന് വെട്ടി കൊന്നു എന്നുള്ളതാണ്. തൂങ്ങി മരിച്ച് തെളിച്ചു എന്നുള്ളതാണ്. പക്ഷേ വേട്ടാളാൽ നിങ്ങൾ ഏറ്റവും വലിയ പാപം ചെയ്ത ആളാണ് ദാവീദ്. നമ്മൾ ആരും ചെയ്ത പാപം ചെയ്ത ആളാണ് ദാവീദ്. ദാവീദിനെ കുറിച്ച് എന്റെ ഹൃദയപ്രധാനമുള്ള ഒരു മനുഷ്യനായി തീർക്കും എന്ന് മാത്രമല്ല, നിദ്ര പ്രാപിച്ചു എന്നുള്ളതാണ്. മരിച്ചില്ല, ചത്തുപോകില്ല, നിദ്ര പ്രാപിച്ചു. നമ്മളെല്ലാവരും വരാൻ താമസിക്കുകയും നിദ്ര പ്രാപിക്കേണ്ടവരാണ്, മരിക്കേണ്ടവരല്ല, ചാകേണ്ടത്. പർവ്വതനെ പോലെയല്ല, ശൗലിനെ പോലെയല്ല, ഇസ്രായേലിനെ പോലെ, ആ ദാവീദിനെ പോലെ പാപങ്ങളെ ഏറ്റുവാങ്ങി, ലംഘനങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുവാങ്ങി ഒരു സുരക്ഷിതമായ നല്ലൊരു ജീവിതത്തിലേക്കാണ് ദൈവമേ സഹായത്തെ എല്ലാവരെയും.